നമസ്കാരം, ഞാൻ ബിജീഷ് ഓൾറോ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എങ്ങനെയാണ് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുക. എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷമായാലും ഫിൻ നിഫ്റ്റിയിലായാലും ഒരു ബൈര ഓപ്പർച്യൂണിറ്റി ആണ്, ഒരു സെന്റിമെന്റിലാണ് നിലനിർത്തിയിരുന്നത്. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക. 24,200 സപ്പോർട്ടാണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 24,180 താഴെയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. 24,235 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിയിലായാലും ഒരു ബൈര സെന്റിമെന്റിലാണ്, ബൈര ഓപ്പർച്യൂണിറ്റി ആണ്. പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ നോക്കിയെങ്കിലും സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അതിനുശേഷമായാലും നിഫ്റ്റിയുടെ ക്ലോസിങ് 24,300 താഴെയാണ് നിഫ്റ്റിയെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിനെയും വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് റൈറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ട്രെൻഡ് നമുക്ക് നിലനിൽക്കേണ്ടത്. ഇപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,200 തന്നെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. 24,200 താഴത്തേക്ക് ക്ലോസിംഗ് നിലനിർത്തി കഴിഞ്ഞാൽ കുറച്ചൊരു വീക്ക്നെസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ടായിട്ട് നിലനിൽക്കും. ലോവർ ലെവലിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. നമുക്ക് നോക്കാം ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 230 സപ്പോർട്ടായിട്ട് നിലനിർത്തിയാൽ മതി. 24,200 ട്രേഡ് ചെയ്യാനായിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണമെന്നില്ല. അതായത് 24,230 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, 24,230 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിഫ്റ്റി 24,230 താഴെയാണെങ്കിലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 200 അല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഏരിയ. 24,180 സപ്പോർട്ടായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം 24,150 സപ്പോർട്ട്, 24,100 സപ്പോർട്ട്, ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട്. അതിന് താഴെ സപ്പോർട്ടുകൾ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ലെവൽസ് ശ്രദ്ധിക്കാം. നിഫ്റ്റി അതിൽ ഓപ്പൺ ചെയ്യുന്ന ഈ റേഞ്ചിലാണെങ്കിലും ബൈ സെന്റിമെന്റിലാണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 230 താഴെ മാത്രമാണ് വരുന്നത്. പക്ഷേ 24,290 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 24,290 താഴെ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ട്രെൻഡ് മാനേജ് ചെയ്യുക. കാരണം എക്സാക്റ്റ് ആയിട്ടുള്ള ബൈയും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്നാണ് എപ്പോഴും ലഭിക്കുക എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കുക. നമുക്ക് ഫിൻ നിഫ്റ്റിയിലെ ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ 23,920 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത. 23,805 അടുത്തൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതിനുശേഷം 23,720 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 900 മുകളിലാണെങ്കിൽ 990 റെസിസ്റ്റൻസ് ആയിരിക്കും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 990 മുകളിലാണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ബൈർ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കാം. സ്റ്റോപ്പ് ലോസ് 24,000 തൊട്ട് താഴെയാണ് എടുത്തിരിക്കുന്നത്. 23,990 സ്റ്റോപ്പ് ലോസ്. ഇൻ കേസ് ലോവർ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന ഒരു ലെവല് ഫോളോ ചെയ്താൽ എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡ് കിട്ടും, എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് കിട്ടും. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്ന് സസ്റ്റെയിൻ ചെയ്ത് നോക്കുക. 23,650 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിരുന്നു. അതിനുശേഷം ആയാലും സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു സൈഡ് വൈസ് മൊമെന്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ആയാലും കിട്ടിയിരുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയാലും ഹയർ ലെവലിൽ 53,250, 53,050, 52,875, 52,650, ഇതിന് താഴെ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ ഫോളോ ചെയ്യുക. 52,050 മുകളിലാണെങ്കിൽ
ബൈക്കാണ് സാധ്യത. ചെറിയ ടൈമിലെ ബൈ ഓപ്പർച്യൂണിറ്റി വന്ന് യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് 53,250 പക്ഷെ 53,50 താഴെ ഓപ്പൺ ചെയ്താലും ഇതിന്റെ താഴത്തേക്ക് പോയാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 52,875, 52,650 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. യെസ്, ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 53,250 താഴെ നിലനിന്നാൽ മാത്രം, അല്ലെങ്കിൽ 53,250 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇത്ര ലെവൽ ഫോളോ ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാം. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.